ഷഫീദ് റാവുത്തറിലേക്കാണ്. ഷഫീദ്, ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ CPIM-ന് അതിൽ പാലക്കാട്ട് ഒരല്പം വോട്ട് കൂട്ടിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പിനേക്കാൾ എന്നത് വലിയ ആശ്വാസമാണോ എന്നതിൽ തർക്കമില്ല. എന്നാൽ പ്രതീക്ഷിച്ചത് ഇതായിരുന്നില്ല, പാർട്ടിയുടെ കണക്കും ഇതായിരുന്നില്ല എന്ന് നമുക്കറിയാം. ചേലക്കരയിൽ അത് നിലനിർത്താൻ കഴിഞ്ഞു, ഭരണവിരുദ്ധ വികാരമില്ല എന്ന് അവർക്ക് കൃത്യമായി പറയാൻ കഴിയുമ്പോഴും വയനാട്ടിൽ 70,000-ലേറെ വോട്ട് ചോർച്ചയുണ്ടായിട്ടുണ്ട്. അത് CPI അലോസരപ്പെടുത്തിയിട്ടുണ്ട്. വലിയ വിമർശനം അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. CPIM പ്രവർത്തനത്തിൽ സജീവമായിരുന്നില്ല, പ്രചാരണ കാലയളവിൽ സജീവമായിരുന്നില്ല തുടങ്ങിയ ഒട്ടേറെ പരാതികൾ. പാലക്കാട്ടും അവർ സരിനെതിരെ വിമർശനം ഉന്നയിക്കുന്ന കാഴ്ച. എന്താണ് CPIയുടെ വിമർശനം? അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ള കാര്യം ചേലക്കരയിലെ വിജയം കൊണ്ട് CPM പ്രതിരോധിക്കുന്നുണ്ട്. പാലക്കാടേക്ക് അത് CPM-ന് ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥി എന്നതിനപ്പുറത്തേക്ക് സരിനെതിരെ ഉയർന്ന വിമർശനങ്ങളെ 1000 വോട്ടുകളുടെ കൂടുതൽ ഉണ്ടായി എന്നുള്ള കാര്യം പറഞ്ഞ് ന്യായീകരിക്കാം. പക്ഷേ വയനാട്ടിലേക്ക് എത്തുമ്പോൾ സ്ഥിതിഗതികൾ അങ്ങനെയല്ല. CPIയെ സംബന്ധിച്ച് നമുക്കറിയാം, ഈ തൃശൂർ പൂരം കലക്കലടക്കം പോലീസ് ഇടപെടൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തൃശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിധിയെ അല്ലെങ്കിൽ പരാജയത്തെ CPI ന്യായീകരിക്കുമ്പോൾ പോലും വയനാട്ടിലുണ്ടായ വോട്ട് ചോർച്ച അത് വലിയ തലവേദന CPIക്ക് ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വയനാട്ടിൽ പരാജയം ഉറപ്പായിരുന്നുവെങ്കിലും രാഹുൽ ഗാന്ധിക്കെതിരെ ആനി രാജയ്ക്ക് കിട്ടിയതിൽ 71,616 വോട്ടുകളാണ് ചോർന്നു പോയത്. ഇതിലെ പ്രധാനപ്പെട്ട കാരണം CPIM പ്രചാരണ ഘട്ടത്തിൽ വലിയ തരത്തിലുള്ള അസാന്നിധ്യമായി മാറി എന്ന് CPI തന്നെ ഇപ്പോൾ കുറ്റപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. CPIയുടെ സംസ്ഥാന നേതാക്കളിൽ പലർക്കും അതേ അഭിപ്രായമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും മറ്റു പ്രവർത്തനങ്ങളിലും വലിയ പാളിച്ചയുണ്ടായെന്ന് CPI വിലയിരുത്തുന്നുണ്ട്. പ്രചാരണ റാലികളിലും പ്രവർത്തനത്തിലും CPM നേതാക്കളുടെ സാന്നിധ്യം കുറഞ്ഞു. 10,000 പേരെങ്കിലും പങ്കെടുക്കേണ്ട മുഖ്യമന്ത്രി പങ്കെടുത്ത പൊതുയോഗത്തിൽ പോലും പകുതിയിൽ താഴെ ആളുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനും അപ്പുറത്തേക്ക് ഈ ഗ്രഹസമ്പർക്കവും പോളിംഗ് ദിനത്തിലെ ഏകോപനവും മോശമായെന്നും CPI വിലയിരുത്തുന്നുണ്ട്. അങ്ങനെ പാലക്കാടും ചേലക്കരയിലും വലിയ ശ്രദ്ധ കൊടുത്ത CPM മുന്നണി സംവിധാനം എന്ന രീതിയിൽ CPI മത്സരിച്ച വയനാട്ടിൽ കാര്യമായ ശ്രദ്ധ കൊടുത്തില്ല. അതുകൊണ്ടാണ് 70,000-ലധികം വോട്ടുകളുടെ ചോർച്ചയുണ്ടായത്. മാത്രവുമല്ല, പാർട്ടി വോട്ടുകൾ CPM വോട്ടുകൾ പോലും കൃത്യമായി നിലനിന്നോന്നടക്കമുള്ള കാര്യങ്ങളിൽ CPIക്ക് വലിയ തരത്തിൽ അതൃപ്തിയും സംശയങ്ങളും അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അടുത്ത മുന്നണി യോഗത്തിൽ ഇത് CPI ഉന്നയിക്കുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഇതാണ് ഇപ്പോൾ ഇടതുമുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചയായി, ഒരു പൊട്ടിത്തെറിയായി പുറത്തേക്ക് വരുന്ന കാര്യം. അതേസമയം CPIയെ സംബന്ധിച്ചും തലവേദനകൾ പലതാണ്. പ്രത്യേകിച്ച് സത്യൻ മുഖേരിയെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ വയനാട് ഒരു സീനിയർ നേതാവിനെ വയനാട്ടിലേക്ക് അയക്കേണ്ടതുണ്ടായിരുന്നു എന്നുള്ളത് CPIയിൽ തന്നെ ഒരു ചർച്ചയായി, ഒരു പരസ്യ വിമർശനമായി ഇപ്പോൾ തന്നെ ഉയർന്നിട്ടുണ്ട്. മാത്രവുമല്ല, BJP ചെയ്തതുപോലെ തന്നെ ഒരു യുവ നേതാവിനെ കളത്തിലിറക്കി ഭാവിയിലേക്ക് മണ്ഡലം പരുവപ്പെടുത്തിയെടുത്തിയാൽ മതിയായിരുന്നു എന്നുള്ളതാണ് CPIയിലെ ഒരു വിഭാഗം നേതാക്കളുടെ അതൃപ്തി. സരിന്റെ സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെ പലതരത്തിലുള്ള ചർച്ചകൾ അത് LDF-ൽ നടക്കുകയാണ്. ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ചില മാറ്റങ്ങളടക്കം മുന്നണിക്കുള്ളിൽ ഉണ്ടാകും. അതിലൊരു തിരുത്തൽ ശക്തിയായി CPI മാറുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. അനുജ, അതാണ്. അപ്പോൾ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലും CPIക്കുള്ളിൽ തന്നെ ഭിന്ന സ്വരങ്ങൾ ഉയരുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ തന്നെ സത്യൻ മൊകേരി ഇതിനു മുൻപ് MI ഷാനവാസിനെ വിറപ്പിച്ചിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ്. പക്ഷേ ഇക്കുറി ഇത്രയധികം വോട്ടുകൾ, 70,000-ലേറെ വോട്ടുകളുടെ കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ളത്, ആനി രാജയ്ക്ക് നേടാൻ കഴിയുന്നതിനേക്കാൾ വലിയ കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ളത് ആ പാർട്ടിയിൽ നിന്ന് തന്നെ ഒട്ടേറെ ചോദ്യങ്ങൾ ഉയരുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുകയാണ്.